ഇരിക്കുകയാണ്. ആ മഹാഭാരത യുദ്ധം നടക്കാൻ പോകുന്നു. പാണ്ഡവരും കൗരവരും ഏതുപോലെ എന്ന് വെച്ചാൽ അങ്ങ് നേരെ എല്ലാവരും വടക്കോട്ട് നോക്കൂ. ആ പാലത്തിന്റെ അപ്പുറത്ത് എല്ലാവരും നോക്കി കാണാൻ പറ്റും, നോക്കാതെ കാണാൻ പറ്റില്ല, എല്ലാവരും നോക്കൂ. അപ്പുറത്ത് നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓടി എന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ആ യോദ്ധാക്കളുടെ മുൻപിൽ ഇതൊക്കെ നടക്കുമ്പോൾ അങ്ങ് കൊട്ടാരത്തിൽ അകലെ ഇരുന്നു കൊണ്ട് മനസ്സ് നീറി വിഷമിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ധൃതരാഷ്ട്ര എന്നൊക്കെ പറയും. തുണക്കാരുടെ ഭാഷയിൽ അങ്ങനെ വ്യത്യസ്തമായ ഭാഷകളുണ്ട്. അങ്ങനെ കല്ലായം വലിച്ച് മുന്നേറുക, അങ്ങനെ താറ വലിച്ച് മുന്നേറുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലതുണ്ട്. ഇടപ്പുറത്തുനിന്ന് അങ്ങനെ കുത്തി വലിച്ച് അങ്ങനെ മുൻതലക്കിൽ ഇരിക്കുന്നവർക്ക് പങ്കായത്തിന്റെ മാത്രകൾ വർദ്ധിപ്പിച്ച് അങ്ങനെ 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 പലതരം വള്ളക്കാരുടെ ഭാഷകളുണ്ട്. അതൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ലെങ്കിലും ഏതായാലും ഇപ്പോൾ 3 വള്ളങ്ങൾ ഒപ്പം വരുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നാം ട്രാക്കിലെ പുത്തൻപറമ്പില്, 2ാം ട്രാക്കിലെ ഹനുമാൻ, 3ാം ട്രാക്കിലെ മുരുകൻ. ഒരു കാര്യം മനസ്സിലാക്കിയ ഈ പുത്തൻപറമ്പ് 1ാം ട്രാക്ക് നമ്മളുടെ കരയോട് ചേർന്നാണ്. ഈ ഫിനിഷിംഗ് സ്റ്റേജിനോട് ചേർന്നിട്ടുള്ളതാണ് 1ാം ട്രാക്ക്. 1ാം ട്രാക്കിൽ പുത്തൻപറമ്പനാണ്, 2ാം ട്രാക്കിലെ ഹനുമാനാണ്, ശ്രീമുരുകൻ 3ാം ട്രാക്കിലാണ് വരുന്നത്. ശ്രീമുരുകനാണ്. അപ്പോൾ അല്പം മുൻപ് എന്ന് ഞാൻ പറഞ്ഞു 3ാം ട്രാക്കിൽ വരുന്ന ശ്രീമുരുകൻ. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. ചുക്ക് മിഞ്ചിയ മരുന്നില്ലേ സുബ്രഹ്മണ്യനുക്ക് പകരം ദൈവമില്ലേ എന്നാണ്. തമിഴ്നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കാണാനിരിക്കുന്നവരും കേൾക്കാനിരിക്കുന്നവരിൽ ആരെങ്കിലും തമിഴ്നാട്ടുകാരുണ്ടെങ്കിൽ അവരുടനെ അവർക്ക് ഒന്നും അറിയില്ല. അവർ പറയും ശ്രീമുരുകൻ കീ ചെയ്യുന്നേ പറയുള്ളൂ. കാരണം അവർക്ക് ആകെ അറിയാവുന്ന ദൈവവും ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവും അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവവും ശ്രീമുരുകനാണ്. ആ ശ്രീമുരുകനാണ് ഇപ്പോൾ 3ാം ട്രാക്കിലൂടെ അങ്ങനെ അല്പം മുൻപ് വരുന്നത്. ഏതാണ്ട് 2ാം ട്രാക്കിലൂടെ വരുന്ന ഹനുമാൻ തൊട്ട് പിന്നിലുണ്ട്. അതിന്റെയും പുറകിലാണ് പുത്തൻപറമ്പിലാണോ ശ്രീമുരുകനാണോ ഹനുമാനാണോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വ്യത്യാസം അവർ തമ്മിലില്ല. പക്ഷേ പുത്തൻപറമ്പില് 3ാം ട്രാക്കിൽ വരുന്ന ശ്രീമുരുകൻ അല്പം അങ്ങനെ മുന്നോട്ട് കയറി ഏതാണ്ട് ഒരു വള്ളപ്പാടിന്റെ വ്യത്യാസത്തിൽ അങ്ങനെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. 2ാം ട്രാക്കിൽ വരുന്ന ഹനുമാൻ ഞാൻ വേണമെന്ന് വിചാരിക്കാഞ്ഞിട്ടാണ്, അല്ലാതെ എനിക്ക് തോന്നുന്നു അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പൊ ശ്രീമുരുകൻ അങ്ങനെ പോയിക്കോട്ടെ. പിന്നെ പുത്തൻപറമ്പിൽ എന്റെ പിന്നാലെയുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മധ്യസ്ഥനായിട്ട് ഞാൻ അങ്ങനെ വരുന്നു. ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതായാലും 3 വള്ളങ്ങൾ ഫിനിഷ് ചെയ്യുന്നു. ഫലം ബഹുമാനപ്പെട്ട ജഡ്ജസ് നമ്മൾ അറിയിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം.